കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിലാണ് BJP ലീഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ BJP ഭരിക്കുന്ന ഒരു പഞ്ചായത്തും നിലവിൽ നമുക്ക് കാട്ടാക്കട നിയോജക മണ്ഡലത്തിലില്ല. അപ്പോൾ അത്തരത്തിലെ ഒരു സംവിധാനത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ BJPക്ക് അനുകൂലമായിട്ട് ഈ 5 പഞ്ചായത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ത്രികോണ മത്സരം നടന്നത് അടൂർ പ്രാവശ്യവരും 1000 വോട്ടും താഴെ വിജയിച്ചിന്. BJP എത്രത്തോളം വോട്ട് പിടിക്കാൻ പറ്റി? BJP ഞങ്ങളിപ്പോൾ 3,11,770 വോട്ടാണ് നമ്മളിവിടെ പിടിച്ചിട്ടുള്ളത്. ആറ്റിങ്ങൽ പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ BJP വളരെ വിശ്വാസത്തിലാണ് നമ്മുടെ പ്രവർത്തകരും മൊത്തത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി കാട്ടാക്കട വന്നടക്കമുള്ള സംഭവങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വളരെ വിജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മൾ മത്സരിച്ചത്. സ്ഥാനാർത്ഥി പൂർണ്ണമായിട്ടും പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു വർഷം മുമ്പേ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടുത്തെ MP അല്ലായിരുന്നിട്ട് പോലും കാട്ടാക്കട മണ്ഡലത്തിലെ മുഴുവൻ വിഷയങ്ങളിലും മുഴുവൻ കാര്യങ്ങൾക്കും ഇവിടുത്തെ ഒരു MPയുടെ ശരിക്കുള്ള പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് തന്നെ V. മുരളീധരൻ മണ്ഡലത്തിലുണ്ടായിരുന്നു. അതിന് കിട്ടിയ ഏറ്റവും വലിയ റിസൾട്ടാണ് നമുക്ക് ഇപ്രാവശ്യം ലഭിച്ച വോട്ട്. നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇന്ന് ആദ്യകാലം തന്നെ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച വോട്ട് BJP പിടിക്കില്ല എന്നുള്ള രീതിയിലേക്ക് ചർച്ച ചെയ്ത ഒരുപാട് മാധ്യമങ്ങളുണ്ട്. അവർക്കൊക്കെ ഇന്ന് സാധാരണക്കാരനായ ആൾക്കാരുടെ വോട്ട് ആർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവസാന മത്സരം ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ ബലാബലം മത്സരിച്ചിട്ട് ഉണ്ടായ ഫോട്ടോ ഫിനിഷിംഗ് ഒക്കെ നമുക്കറിയാം. അതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെയുള്ള അടൂർ പ്രകാശോ CPMോ BJPക്ക് എന്ത് ആറ്റിങ്ങിൽ സംഭവിച്ചെന്നുള്ളത് അവർക്ക് തർക്കമൊന്നുമില്ല. BJPക്ക് ആറ്റിങ്ങിൽ വളർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. തിരുവനന്തപുരത്ത് അല്ലെ കേരളത്തിൽ 15 മണ്ഡലങ്ങളിലാണ് BJP 15 നിയമസഭാ മണ്ഡലത്തിലാണ് BJP 1ാം സ്ഥാനം. അതിലൊരു മണ്ഡലം കാട്ടാക്കട. അപ്പോൾ അടുത്ത 2026 ഇലക്ഷനിൽ പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിലാണ് BJP ലീഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ BJP ഭരിക്കുന്ന ഒരു പഞ്ചായത്തും നിലവിൽ നമുക്ക് കാട്ടാക്കട നിയോജക മണ്ഡലത്തിലില്ല. അപ്പോൾ അത്തരത്തിലെ ഒരു സംവിധാനത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ BJPക്ക് അനുകൂലമായിട്ട് ഈ 5 പഞ്ചായത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വരും കാലത്ത് അടുത്ത് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP വളരെ മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. അടുത്ത വർഷം പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അതിൽ BJPയുടെ പ്രതീക്ഷ? തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പോൾ ലീഡ് ചെയ്ത 5 പഞ്ചായത്തും പോരാഞ്ഞിട്ട് കാട്ടാക്കട പഞ്ചായത്തും അധികാരത്തിൽ പിടിക്കുവാൻ നമ്മൾ ശക്തമായി ഒരു മുന്നോട്ടുണ്ടാവും. കാരണം കാട്ടാക്കട മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി വന്നിറങ്ങിയ ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിന്റെ അകത്ത് ഈ അദ്ദേഹത്തിന്റെ വരവോടുകൂടി തന്നെ നമ്മൾ ഇതുവരെ സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിലേക്ക് കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ പ്രവർത്തകരും അതുപോലെ തന്നെ സാധാരണക്കാരായ വോട്ടറും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ നിലവിൽ വിധി എഴുതിയിട്ടുണ്ട്. 20 ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മൊത്തം BJPയുടെ പ്രതീക്ഷ എങ്ങനെയായിരുന്നു? സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ഈ പറയും പോലെ ആറ്റിങ്ങൽ, തിരുവനന്തപുരം, തൃശ്ശൂർ പോലുള്ള പാർലമെന്റ് മണ്ഡലങ്ങളിൽ വളരെ വിജയപ്രതീക്ഷയായിരുന്നു. അതിൽ തൃശ്ശൂർ ഈ പറയും പോലെ പല അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടും സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് K. മുരളീധരനെ ഇറക്കുന്നു. അതുപോലെ തന്നെ മറ്റ് ശക്തികളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് സുരേഷ് ഗോപിക്കെതിരെ വിധിയെഴുതാൻ നോക്കിയിട്ടും അവിടുത്തെ സാധാരണക്കാരായ പ്രബുദ്ധരായിട്ടുള്ള ബോധമുള്ള ജനങ്ങൾ നാളെ ഒരു മന്ത്രിയോ MPയോ ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എങ്ങനെ അനുകൂലമാകുമെന്ന് സുരേഷ് ഗോപിയെ പോലൊരു MP ഉണ്ടാകുള്ളൂ. അത് ചരിത്രത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അയാളെ ജയിക്കുന്ന മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തൃശ്ശൂരിന്റെ മാത്രം MP ആയിരിക്കില്ല, കേരള സംസ്ഥാനം മൊത്തം ഒരു MP എന്താണ് ചെയ്യേണ്ടതെന്ന് സുരേഷ് ഗോപി ഇനി വരും ദിവസങ്ങളിൽ നമുക്കത് കാണിച്ചു. ഇന്ന് BJP രാവിലെ മാധ്യമങ്ങളിൽ പറയുക BJP UDFന്റെയും CPIയുടെയും വോട്ട് പിടിച്ചത് അത് സത്യമാണോ? BJP CPIയുടെയും UDFന്റെ വോട്ടാണ്. അതിപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആറ്റിങ്ങിൽ എടുത്താൽ തന്നെ നമുക്ക് സാധിക്കുമല്ലോ. ആറ്റിങ്ങിൽ എടുത്താൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞ 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. ഇപ്രാവശ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര വോട്ടിനാണ് നമ്മുടെ അടൂർ പ്രകാശ് ജയിച്ചത്. അതുപോലെ തന്നെ ജോയി എത്ര വോട്ടാണ് ഇവിടെ പിടിച്ചത്. BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ ഇപ്രാവശ്യം 70,000 വോട്ട് ആറ്റിങ്ങൽ പാർലമെന്റിൽ കിട്ടിയെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് ആരുടെ വോട്ടായിരുന്നു നമ്മൾ ചിന്തിച്ചാൽ മാത്രം പോരെ.